ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഒരു 3 നില അല്ലെങ്കിൽ 4 നില വരെ വരുന്ന ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് റെയിൻ വാട്ടർ, അത് മഴവെള്ളം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ താഴെ എത്തിക്കാം. ഇത്ര ഏരിയയിൽ വരുന്ന, അതായത് ഏറ്റവും ടോപ്പിൽ വരുന്ന ഏരിയയാണ് ഈ കാണുന്നത്. അതായത് 3ാമത്തെ നിലയുടെ ഏറ്റവും ടോപ്പാണ് വരുന്നത്. ഏകദേശം നല്ലൊരു സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുണ്ട്. ഈ ഏരിയയിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ 2 പൈപ്പുകളിലൂടെയായിട്ടാണ് പിടിക്കുന്നത്. 6 ഇഞ്ച് പൈപ്പ് 4 ഇഞ്ച് പൈപ്പിൻ്റെ 2 സെക്ഷനായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. നമ്മളിത് ഒരു സൺസൈഡിൻ്റെ ഒരു സൈഡാണ് വരുന്നത്. ആ സൈഡിലേക്ക് നമ്മൾ കോർ കട്ടിങ് ചെയ്തിട്ടാണ് വരുന്നത്. കോർ കട്ടിങ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. 6 ഇഞ്ച് പൈപ്പ് ഉണ്ട്. 6 ഇഞ്ച് പൈപ്പ് കറക്റ്റ് അതിലേക്ക് കോർ കട്ടിങ്, കറക്റ്റ് കോൺക്രീറ്റ് ഉൾപ്പെടെ അതിൻ്റെ കമ്പിയെല്ലാം കറക്റ്റായിട്ട് കുത്തി പൊളിക്കാതെ നമ്മൾ കോർ കട്ടിങ് സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ പൈപ്പ് കാര്യങ്ങൾ അതിലേക്ക് ഇറങ്ങി നിന്ന് നമുക്കിനി സൈഡ് പ്ലാസ്റ്റിക് ചെയ്ത് കറക്റ്റ് ചെയ്ത് ലീക്ക് വരാത്ത രീതിയിൽ കറക്റ്റ് ചെയ്താൽ മാത്രം മതി. ഇനി അതിൻ്റെ ആ സെൻസറിൻ്റെ താഴെ അടുത്ത ഫ്ലോറിൽ, ഏറ്റവും ടോപ്പിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് ഇറക്കിയിരിക്കുന്ന രീതിയാണ്. നമുക്ക് ആങ്കർ ബോൾട്ട് അടിച്ചതിന് ശേഷം അതിൻ്റെ യു ക്ലാമ്പ് ഇട്ട് ടൈറ്റ് ചെയ്തു. അതിനുശേഷം ആ ഏറ്റവും മുകളിൽ 2ാമത്തെ സ്റ്റെപ്പ് വരുന്ന ആ ലെവലിൽ നിന്ന് നേരെ താഴേക്ക് നമ്മൾ തൂക്കിറക്കി 6 ഇഞ്ച് പൈപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 6 ഇഞ്ച് പൈപ്പ് ഇതുപോലെ തന്നെ ആങ്കർ ബോൾട്ട് അടിച്ചതിന് ശേഷം 6 ഇഞ്ച് പൈപ്പ് അടുത്ത് കപ്ലിങ്, അടുത്ത പൈപ്പ് കണക്ട് ചെയ്ത് യു ബോൾട്ട് ടൈറ്റ് ചെയ്ത് ഉണ്ട്. ഭിത്തിയിൽ നിന്നും കുറച്ച് അകലം ആയിട്ടാണ് നമ്മൾ മുകളിൽ കോർ കട്ടിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭിത്തിയുടെ ടച്ച് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ 6 ഇഞ്ച് പൈപ്പ് ഇറങ്ങി പോകുന്നത്. അതിനുശേഷം നേരെ അടുത്ത് വന്നിട്ട് അടുത്ത സെൻസൈഡാണ് വരുന്നത്. ഈ സെൻസൈഡിൽ നമ്മൾ എന്താ വെച്ചാൽ ഈ സെൻസൈഡിലെ വെള്ളം പിടിക്കാനായിട്ട് ഉണ്ട്, ഇത്ര ഏരിയകളിൽ നിന്ന് വരുന്ന ഒരു സെൻസൈഡിൻ്റെ വെള്ളം ഉണ്ടാകും. ആ വെള്ളം പിടിക്കാനായിട്ട് നമ്മൾ ഒരു 4 ഇഞ്ച് പൈപ്പിൻ്റെ വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ ഒരു കോർ കട്ടിങ് ചെയ്തിരിക്കുന്നു. അതായത് നേരെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം 6 ഇഞ്ചിലൂടെ ഇറങ്ങുന്നു. ഈ 6 ഇഞ്ചിലേക്ക് തന്നെ നമ്മൾ പറയുന്ന 4 ഇഞ്ച് പൈപ്പ് ചേരെ കട്ട് ചെയ്യുക. അതായത് ആ സെൻസറിൻ്റെ സൈഡ് ഫുള്ള് കട്ട് ചെയ്ത് അതിലേക്ക് നമ്മൾ കോർ കട്ടിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ അതിൻ്റെ അടിവശമാണ് കാണുന്നത്. ആ 4 ഇഞ്ച് പൈപ്പ് എൽബോട്ട് കണക്ട് ചെയ്ത് 6 ഇഞ്ചിലേക്ക് ഒരു ടീ കൊടുത്ത് ഒരു ബുഷ് കൊടുത്ത് 6ക്ക് 4 ബുഷാണ് കൊടുത്തിരിക്കുന്നത്. ആ ബുഷിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. അതും ഇതുപോലെ തന്നെ ആങ്കർ ബോൾട്ട് ഭിത്തിയിൽ നിന്നും ഗ്യാപ്പ് ഇട്ട് ഏകദേശം ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് ഗ്യാപ്പ് വരാത്ത രീതിയിൽ വീണ്ടും നമ്മൾ 6 ഇഞ്ച് പൈപ്പ് വെച്ചിട്ടാണ് വീണ്ടും താഴേക്ക് ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ താഴേക്ക് എത്ര സെൻസൈഡുകളുണ്ടോ ആ സെൻസൈഡിൽ നിന്ന് എല്ലാ വെള്ളം നമ്മൾ ടീ ഇട്ടതിന് ശേഷം 4 ഇഞ്ച് പൈപ്പ് ഇതും അതുപോലെ തന്നെ കോർ കട്ടിങ് ചെയ്തിരിക്കുന്നതാണ്. ആ സെൻസൈഡിലുള്ള വെള്ളവും ആ ഏരിയയിൽ മൊത്തം വരുന്ന വെള്ളവും നമ്മൾ വരുന്ന നേരെ അതിലേക്ക് കണക്ട് ചെയ്തിരിക്കും. ഇങ്ങനെയാണ് കണ്ടത്. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, കോർ കട്ടിങ് ചെയ്ത സിസ്റ്റമാണ്. അതായത് 6 ഇഞ്ചിൻ്റെ കോർ കട്ടിങ് സിസ്റ്റമാണ് കണ്ടോ. കോർ കട്ടിങ് ചെയ്യുന്ന സമയത്ത് കമ്പി ഉൾപ്പെടെ കട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് കോൺക്രീറ്റിൻ്റെ കനം നിങ്ങൾക്ക് കാണാം. ആ കോൺക്രീറ്റിൻ്റെ കനത്തിനനുസരിച്ച് അങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അത് സെപ്പറേറ്റ് ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരായിട്ട് കോൺടാക്ട് ചെയ്ത് നമുക്ക് കോർ കട്ടിങ് സിസ്റ്റം നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഇത് അതുപോലെ തന്നെ 4 ഇഞ്ച് അതിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ മുകളിലുള്ള സെൻസൈഡിൽ നിന്നുള്ള വെള്ളം നമ്മൾ 4 ഇഞ്ച് കോർ കട്ടിങ് ചെയ്ത് ആ 6 ഇഞ്ച് കോർ കട്ടിങ് ചെയ്തിട്ട് 6 ഇഞ്ചിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. അങ്ങനെ എത്ര സെൻസൈഡുകളുണ്ടോ അതെല്ലാം തന്നെ കണക്ട് ചെയ്ത് നേരെ 6 ഇഞ്ചിലൂടെ നേരെ ഏറ്റവും താഴത്തേക്കാണ് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. ഇത് നേരെ താഴേക്ക് ചെന്നതിന് ശേഷം ആങ്കർ ബോൾട്ട് ഉപയോഗിച്ച് താഴെ വന്നതിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഇത് ഏറ്റവും താഴെയാണ് എത്തിയത്. ഏറ്റവും താഴെ എത്തിയതിന് ശേഷം ഇനി നമുക്ക് വേണ്ട എവിടെയാണോ മാൻഹോൾ അവിടേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ റെയിൻ വാട്ടർ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇതിപ്പോൾ ഏറ്റവും താഴെ മണ്ണിലാണ് എത്തിയിരിക്കുന്നത്. ആ മണ്ണിൽ നമ്മളൊരു മാൻഹോൾ അടിച്ചിട്ട് ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളവും ഈ ഫ്ലോറിൽ നിന്ന് താഴെയുള്ള വെള്ളവും നമ്മൾ ഒന്നിച്ച് പിടിച്ചതിന് ശേഷം നേരെ നമ്മൾ റെയിൻ വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കുഴിയുണ്ട്. ആ കുഴിയിലേക്ക് കണക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന സിസ്റ്റം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.